ഹായ് ഓൾ, വെൽക്കം ടു വൈറ്റ് ബോർഡ് PSC. എന്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ആണ്, എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള കൺഫ്യൂഷൻ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ കൺഫ്യൂഷൻ തീരാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ തീരുവാണെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അത് കൺഫ്യൂഷൻ തീരുവാണെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. മിക്ക PSC എക്സാമുകളിലും മോണിറ്ററി പോളിസിയിൽ, എക്കണോമിക്സിൽ മോണിറ്ററി പോളിസിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയെങ്കിലൊക്കെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പലിശ നിരക്കാണ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. എന്തായിരുന്നു? ഒരു പലിശ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. RBI ആർക്കാണ് കടം കൊടുക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കടം കൊടുക്കുവാണ്. RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കടം കൊടുക്കുവാണ്. ആ കടം കൊടുക്കുമ്പോൾ RBI ഫ്രീ ആയിട്ടല്ലല്ലോ കടം കൊടുക്കുന്നത്, അല്ലെ? ക്യാഷ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ പലിശ വാങ്ങും. അതായത് എത്ര, ചിലപ്പോൾ 4%, 5%, 6% ഒക്കെ പലിശ വാങ്ങിച്ചിട്ടാണ് പൈസ കൊടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നില്ല, പലിശക്കാരാണ്. ബാങ്കിലാണെങ്കിൽ എന്താ, നമ്മൾ ലോൺ എടുക്കുമ്പോൾ പലിശ കൊടുക്കും, അല്ലെ? നമുക്ക് ആരും ഫ്രീ ആയിട്ടൊന്നും തരുന്നില്ല. അതേപോലെ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് കടം വാങ്ങുന്നു. കടം വാങ്ങുമ്പോൾ RBI ഒരു പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ചുമത്തും. ബാങ്കിന്റെ വാങ്ങിക്കാൻ വേണ്ടി ഒരു പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ചുമത്തുകയാണ് ചെയ്യുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഈ പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണ്, കടം വാങ്ങുകയാണ്. അങ്ങനെ കടം വാങ്ങുമ്പോൾ RBI ഒരു പലിശ നിരക്ക് അവിടെ ചുമത്തും, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചുമത്തും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇക്കണോമിയിൽ മണി സപ്ലൈ കൂടുന്ന സമയത്ത് ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ്ടും കടം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ RBI ചിലപ്പോൾ പലിശ നിരക്ക് കൂട്ടും. നമ്മൾ പലിശ കൂടുതലാണെങ്കിൽ ലോൺ എടുക്കാനൊക്കെ കുറച്ച് കഷ്ടമാണല്ലേ. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തായിരുന്നു, പലിശ നിരക്ക് നല്ല കൂടുതലായി കണ്ടു കഴിഞ്ഞാൽ വേണ്ട, ഇപ്പൊ ലോൺ എടുക്കണ്ട എന്ന് പറയും. അപ്പൊ ഇക്കണോമിയിൽ മണി സർക്കുലേഷൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI എന്തായിരുന്നു, റിപ്പോ റേറ്റ് ഒക്കെ കൂട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. അപ്പൊ റിപ്പോ റേറ്റ് ഇത്രയേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ നിന്ന് കടം വാങ്ങുന്നു. അപ്പൊ RBI ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതിന് കൊടുത്ത പൈസക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെക്കുന്നു. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ വെറുതെ ഒന്നും RBI കൊടുക്കത്തില്ല കേട്ടോ. കൊലാട്രൽ വെക്കണം, അതായത് സെക്യൂരിറ്റീസ് വെക്കണം, എന്നാലേ RBI കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലാഫിന്റെ കീഴിൽ ഉള്ള അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇതൊരു നമ്മൾ സാധാരണ വീട്ടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കത്തില്ലേ, അതേപോലെ ഈ സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായോ? RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കൊടുക്കുന്നു, അതിന് പകരമായി RBI ഒരു പലിശ അതിൽ ചുമത്തുന്നു. ആ പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.25% ആണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എത്ര പെർസെന്റേജ് ആണ്? 6.25% ആണ്. ഇപ്പൊ റിപ്പോ റേറ്റ് ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഷോർട്ട് ടേം ആട്ടോ. റിപ്പോ റേറ്റ് എപ്പോഴും ഷോർട്ട് ടേം ആണ്. ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ ഒക്കെയാണ് പറയുന്നത് കേട്ടോ. ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ ആണ് പറയുന്നത്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ ആണ്. എന്താണ്? RBI ആർക്കാ കടം കൊടുക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിന് കടം കൊടുക്കുന്നു. അതിന് പകരമായിട്ടൊരു പലിശ ഉറപ്പായിട്ടും ചുമത്തുന്നു. ആ പലിശയാണ് റിപ്പോ റേറ്റ്. അപ്പൊ റിപ്പോ റേറ്റ് കൂട്ടാണെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് വിചാരിക്കും, ബാങ്കുകൾ വിചാരിക്കും ഇപ്പൊ കടം വാങ്ങിച്ചു വെച്ചാൽ ഭയങ്കര പലിശ കൊടുത്ത് പൈസ വാങ്ങേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോ ബാങ്ക് എന്തായിരുന്നു, പൈസ വാങ്ങാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നല്ല പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും വേണ്ട, ഭയങ്കര ആ ബാങ്കിൽ ഭയങ്കര പലിശയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായിരുന്നു, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കും. അതേപോലെ തന്നെയാണ് റിപ്പോ റേറ്റ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ തിരിച്ചിട്ടാ വരുന്നത്. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്തായിരുന്നു? ഇതിന് നേരെ തിരിച്ചിട്ടാ വരുന്നത്. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, അതായത് നേരത്തെ എന്താ പറഞ്ഞത്, റിപ്പോ റേറ്റില് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കടം കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഇവിടെ ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആരാ വാങ്ങുന്നത്? RBI ആണ് പൈസ വാങ്ങുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് RBI പൈസ വാങ്ങുകയാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് RBI പൈസ വാങ്ങുകയാണ്. ഇപ്പൊ ഇക്കണോമിയിലൊക്കെ നല്ല മണി സപ്ലൈ ഉള്ള സമയത്തൊക്കെ RBI ചിലപ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ. അതായത് ആരാ കടം കൊടുക്കുന്നത്? റിപ്പോ റേറ്റിൽ കടം കൊടുക്കുന്ന RBI ആണ്. ഇവിടെ കടം കൊടുക്കുന്ന ആരാ? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് RBIക്ക് ക്യാഷ് കടം കൊടുക്കുന്നത്. അങ്ങനെ ക്യാഷ് കടം കൊടുക്കുമ്പോൾ
നേരത്തെ RBI ചുമത്തിയില്ലേ, അതേപോലെ ഇവിടെ ഒരു പലിശയുണ്ട്. ആ പലിശയുടെ പേരാണ് റിവേഴ്സ് റിപ്പോ. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പലിശ നിരക്കിന്റെ പേരാണ് റിവേഴ്സ് റിപ്പോ. RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പലിശ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് പൈസ കൊടുക്കും, അതിന് പകരമായിട്ട് ഒരു പലിശ കൊടുക്കണമല്ലോ. സ്വാഭാവികമായിട്ട് പൈസ വാങ്ങിച്ചത് ആരാണോ അവരൊരു പലിശ കൊടുക്കണം. ആ പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോ RBI പറയും എന്നാ പിന്നെ ഞങ്ങൾ കൂടുതൽ പലിശ തരാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് കുറച്ചുകൂടി താല്പര്യം കൂടുതലായിരിക്കും. എന്നാ വെച്ചോ, കുറച്ച് പൈസയും കൂടി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ റിപ്പോ റേറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാ ചോദിച്ചു കഴിഞ്ഞാല് 3.35% ആണ്. 3.35% ആണ് ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എപ്പോഴും മനസ്സിലാക്കുക, റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിരിക്കും റിപ്പോ റേറ്റിനെക്കാട്ടിലും കുറവ്. എന്തായിരുന്നു? റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിരിക്കും റിപ്പോ റേറ്റിനെക്കാട്ടിലും കുറവ്. ഇതൊക്കെ ഷോർട്ട് ടേം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഷോർട്ട് ടേം ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. കൊലാട്രൽ വെക്കും, സെക്യൂരിറ്റീസ് വെക്കും. അപ്പോ റിപ്പോയ്ക്കും റിവേഴ്സിനും എന്തായിരുന്നു? സെക്യൂരിറ്റീസ് വെക്കുന്നുണ്ട്. ഷോർട്ട് ടേം ആണ്. ഇത് പലിശ നിരക്കാണ് പറയുന്നത്. മറ്റേത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ചുമത്തുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊടുക്കുന്ന പലിശയാണെങ്കിൽ ഇത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പലിശയാണ്. ഇത്രയേ ഉള്ളൂ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. മനസ്സിലായെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇതിന്റെ നോട്ട്സും മറ്റും കാര്യങ്ങൾ വേണമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നിട്ട് ടെലിഗ്രാം ചാനൽ ഉണ്ട്, ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ നോട്ട്സ് ഇടാം കേട്ടോ. ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ നോട്ട് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.